300 പഞ്ചായത്തുകളും 35-ലധികം നഗരസഭകളും പിടിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കി ബിജെപി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേർന്ന കോർ കമ്മിറ്റിയാണ് തന്ത്രം ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കാൻ പ്രത്യേക തന്ത്രം മെനയും. സ്ഥാനമാനങ്ങളോ സീറ്റോ കിട്ടിയില്ലെന്ന പരാതി ആർക്കും വേണ്ടെന്ന് യോഗത്തിൽ നേതാക്കൾക്ക് അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. ബലിദാനികളുടെ നാടാണ് കേരളമെന്നും അതിനപ്പുറത്തേക്ക് വലിയ ത്യാഗം ആരും ചെയ്തിട്ടില്ലെന്നും അമിത്ഷാ കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട, ഒരു സ്ട്രാറ്റജി മുന്നിൽ വെക്കുകയാണ് ബിജെപി. അത് കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് അത് മുന്നോട്ട് വെക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സീറ്റ് തർക്കങ്ങളോ പാർട്ടിയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള കുത്തിത്തിരിപ്പുകളോ ഇതിനകത്ത് വേണ്ട എന്നുള്ള ഒരു സന്ദേശം കൂടി കൃത്യമായി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേന്ദ്ര നേതൃത്വം എന്ന് കൂടിയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിന്റെ തുടക്കവും ഒടുക്കവും ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്തത്. അത് ഈ കേരളത്തിലെ ബലിദാനികളെ കുറിച്ചാണ്. ഈ ബലിദാനികളുടെ നാടാണ് കേരളം. പലരും പല പരിഭവങ്ങളും സ്ഥാനങ്ങൾ കിട്ടിയില്ല എന്നൊക്കെ പരിഭവങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ഈ ബലിദാനികളെക്കാൾ വലിയ ത്യാഗമൊന്നും മറ്റാരും ചെയ്തിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അമിത്ഷാ യോഗത്തിന്റെ തുടക്കവും ഒടുക്കവും ചെയ്തത്. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു വളരെ വിശദമായ ഒരു തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യങ്ങളാണ് നടന്നത്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അത് ചർച്ച ചെയ്ത് അതിനൊരു അന്തിമ അംഗീകാരം നൽകുകയാണ് അമിത്ഷാ ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റിൽ വീണ്ടും വന്ന് ഇത് റിവ്യൂ ചെയ്യുകയും ചെയ്യും, അവലോകനം നടത്തുകയും ചെയ്യും. അതായത് 300 പഞ്ചായത്തുകളെങ്കിലും പിടിക്കണം എന്നുള്ളതാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ലക്ഷ്യം. 35 നഗരസഭകളെങ്കിലും പിടിക്കണം. തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ ഉറപ്പായും പിടിക്കുക എന്ന ലക്ഷ്യവും ബി.ജെ.പി. നേതൃത്വത്തിനുണ്ട്. ആകെ മൊത്തം കേരളത്തിൽ ഒരു 6000 വാർഡ് മെമ്പർമാർ, അതായത് കൗൺസിലർമാരെങ്കിലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം വെച്ചായിരിക്കും ബി.ജെ.പി. പ്രവർത്തിക്കുക. അതിന് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജികൾ, തന്ത്രങ്ങളായിരിക്കും ഉണ്ടാകുക. അതിനനുസരിച്ച് പഞ്ചായത്ത് വരെ ഓരോ പഞ്ചായത്തിൻ്റെ അടക്കം ചുമതലകൾ നേതാക്കൾക്ക് നൽകുകയും ചെയ്ത് കൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് ബി.ജെ.പി. നടത്താൻ പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ പല നീക്കങ്ങളും ഉണ്ടായിരുന്നു. ഈ മുതിർന്ന നേതാക്കൾ, നേരത്തെ വി മുരളീധരനെ പോലുള്ള നേതാക്കളൊക്കെ മത്സരിച്ചേക്കും എന്നുള്ള സൂചനകളും വാർത്തകളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ന്യൂസ് 18-നുമായി തന്നെ അദ്ദേഹം പലതരത്തിലും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം ആളുകൾ നേരിട്ട് നേതാക്കൾ മത്സരിക്കുക എന്നുള്ളൊരു തന്ത്രത്തിലേക്ക് പോകില്ല. താഴെ തട്ടിൽ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകരെ തന്നെ പ്രധാനമായും മുന്നിൽ വെച്ചുള്ള ഒരു നീക്കമായിരിക്കും നടത്തുക. എന്തായാലും ഇന്നലെ അമിത്ഷാ പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് സി സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭാ MP സ്ഥാനം നൽകുകയും ചെയ്തത്. അതായത് വലിയ ത്യാഗം നൽകിയ, സ്വന്തം ശരീരഭാഗങ്ങൾ ഫലത്തിൽ കാലുകൾ ഇല്ലാതാകിയ, രാഷ്ട്രീയ അക്രമത്തിൽ ഇല്ലാതായ ഒരാൾക്ക് തന്നെ ഒരു സ്ഥാനം നൽകിക്കൊണ്ടാണ് ഫലത്തിൽ ഈ ബലിദാനികളുടെ ഒരു തുടർച്ച എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് MP സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നത്. അതായത് ആരെങ്കിലും ഇപ്പോൾ പുതിയതായി പാർട്ടിയിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്, മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചേർക്കുന്നതിൻ്റെ ഭാഗമായി പലർക്കും സ്ഥാനങ്ങൾ നൽകേണ്ടി വരും. അപ്പോൾ ബി.ജെ.പിയിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതായത് ഈ പരമ്പരാഗതമായി പ്രവർത്തിച്ചു വരുന്നവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല എന്ന്. ഒരു പരിധിവരെ ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയത് അതിനൊരു അപവാദമായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ സി സദാനന്ദൻ മാസ്റ്റർക്കും ഇങ്ങനെ ഒരു പദവി നൽകുന്നതിലൂടെ ചെയ്യുകയും ചെയ്യുന്നത്. ഫലത്തിൽ പ്രവർത്തകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നടപടിയിലേക്ക് കൂടി ബി.ജെ.പി. നേതൃത്വം പോവുകയാണ്. അതായത് രണ്ട് കാര്യങ്ങൾ: ഒന്ന്, പ്രവർത്തിച്ച് ലക്ഷ്യം കൈവരിക്കുക, ഏതാണ്ട് 6000-ലധികം കൗൺസിലർമാർ. രണ്ടാമത്, ആർക്കും ഒരു അസ്വാരസ്യവും ഇക്കാര്യത്തിൽ വേണ്ട, അങ്ങനെ പരാതിക്കാരെ ആരെയും മൈൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തറപ്പിച്ച് പറയുകയാണ് അമിത്ഷാ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു ലക്ഷ്യമാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ
BJP കേന്ദ്ര നേതൃത്വം വെച്ചിരിക്കുന്നത്. അതായത് ശ്രീജിത്ത്, നമുക്കറിയാം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരുങ്ങുമ്പോൾ NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനകത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമാക്കുന്നത് BJP ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, NDA ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതിനുള്ള സ്ട്രാറ്റജികൾ കടക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂരിൽ വലിയ ശ്രദ്ധ കൊടുക്കാത്തത് എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് പുതിയ അധ്യക്ഷൻ വരിക, അമിത്ഷാ തന്നെ ഇന്നലെ വന്നിട്ട് 2026 പദ്ധതിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുക, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ, അതായത് താഴെ തട്ടിൽ തൊട്ടു തന്നെ പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി കേന്ദ്ര നേതൃത്വം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ആ തരത്തിലേക്കാണ് കടക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിടുന്നത് കൂടി ആ തരത്തിലായിരിക്കും. അപർണ, തീർച്ചയായും താഴെത്തട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് BJP കഴിഞ്ഞ കുറച്ചു കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റടക്കം പോയതോടുകൂടിയാണ് ബൂത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയത്. ബൂത്തുകൾ എല്ലായിടത്തും ഉണ്ടാകണം. അതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൊക്കെ കൊച്ചിയിൽ വലിയ അത്തരം ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തത്. ആ നിലയ്ക്ക് അത് വിജയകരമായി വരണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെ തട്ടിൽ പ്രവർത്തകരും നേതാക്കളും രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. മെമ്പർമാർ, വാർഡ് മെമ്പർമാർ BJPക്ക് ഉണ്ടാവണം. പഞ്ചായത്ത് ഭരണം കൂടുതലായി പിടിക്കണം. അതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. നിലമ്പൂരിനോട് താല്പര്യമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ കേവലം ഇന്നലെ വന്ന അമിത്ഷാ ആവിഷ്കരിച്ച ഒരു തന്ത്രം എന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ ഈ തന്ത്രത്തിന് ഏതാണ്ടൊരു അന്തിമ രൂപം നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി ഇതായിരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഫോക്കസ്. സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ഒരു ആലോചനകൾ, ചില തന്ത്രങ്ങൾ ഒക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് അത് കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടു കൂടി ചർച്ചയിലൂടെ നടപ്പാക്കുക. അതാണ് ഫലത്തിൽ ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും താഴെത്തട്ടിൽ പഞ്ചായത്ത് വരെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ടായിരിക്കും പ്രവർത്തനം ഉണ്ടാകുക. ഒരു തരത്തിലും മറ്റ് വിഭാഗീയത, ഗ്രൂപ്പിസം ഇതൊന്നും അംഗീകരിക്കില്ല എന്ന് ഫലത്തിൽ തുറന്നു പറയുകയാണ്. പരാതിക്കാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു രീതി ആയിരിക്കില്ല ഉണ്ടാകുക. പരാതിക്കാർ എന്നുള്ള നിലയില്ല. കാരണം പുതുതായി വരുന്നവർക്കും സ്ഥാനമാനങ്ങൾ നൽകേണ്ടി വരും എന്ന് ഫലത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഷോൺ ജോർജിനെ പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ പല നേതാക്കൾക്കും ഫലത്തിൽ സ്ഥാനങ്ങൾ നൽകുന്ന, മറ്റു പാർട്ടിയിൽ വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ വരുന്നു. പരമ്പരാഗതമായി പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അവർ സ്ഥാനം മോഹിച്ചുകൊണ്ട് മാത്രം ഫലത്തിൽ പ്രവർത്തിക്കുന്ന രീതി അതുകൊണ്ട് ഗുണമുണ്ടാകില്ല എന്ന് ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമായി പറഞ്ഞത് 2015 മുതൽ കേരളത്തിൽ വരുന്നുണ്ട്. 2015 ഒരു ശരീരഭാഷയല്ല BJP പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത്. അവർ വലിയ ആത്മവിശ്വാസത്തിലേക്ക്